റഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീൻ ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സദഖല്ലാഹു മൗലാനൽ അളീം. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമ്മയെല്ലാം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ആദ്യന്തമുള്ള വിജയം ലഭ്യമാകുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വൈകിയ വേളയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വം, അവന്റെ ഉജൂദ്, അതിനെക്കുറിച്ച് ഉള്ള ചർച്ചയാണ് എന്നാരും ധരിക്കണ്ട. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാത്ത അപൂർവം ചിലരെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ വേദിയിൽ അങ്ങനെയുള്ളവർ ഇല്ല. അതുകൊണ്ട് ആ വിഷയം സമർത്ഥിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ സദാ ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്നെപ്പോലെയുള്ള ഒട്ടേറെ മുസ്ലിയാക്കന്മാർ വളരെ കണിശമായ ഭാഷയിലാണ് പറഞ്ഞത്. അവന്റെ ആദർഹി ആരെന്നെ ഇല്ല,
അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഈ സന്ദേശം മനുഷ്യ സമൂഹം എന്നും മുറുകെ പിടിക്കേണ്ട ഒരാദർശമാണ്. എന്നും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരാദർശമാണ്. ഇതിലൂടെ മാത്രമാണ് മനുഷ്യ സമൂഹത്തിന് വിജയമുള്ളൂ. ഇതിലൂടെ മാത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമാകുന്ന സ്വർഗം അവന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു മുസ്ലിം ഏത് നിമിഷത്തിലും അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരാദർശമാണ്, ഒരാവശ്യമാണ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്, അവനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല. ഈ ആദർശം അതിശക്തമായി പ്രബോധനം ചെയ്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നിലകൊള്ളുന്നത്. ഏത് ഭാഗത്ത് പ്രബോധനം നടക്കുന്നു അവിടെയെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആത്യന്തം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ആദർശം ഇത് തന്നെയാണ്. കാരണം മനുഷ്യ സമൂഹത്തിന് സ്വർഗം കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന ആ ആദർശം അടിയുറച്ച് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിച്ചാൽ, അതനുസരിച്ച് അവന്റെ ജീവിതം അവൻ ക്രമപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യന്റെ ജന്മശത്രുവായ ഇബ്ലീസ് ഏത് കാലത്തും മനുഷ്യ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതും ഈ ആദർശത്തിൽ നിന്നാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത വരെ 10 തലമുറകൾ കടന്നുപോയി. അവരിലൊന്നും തൗഹീദല്ലാത്ത ശിർക്ക് കലർന്നിരുന്നില്ല. അവർ നേർമാർഗത്തിലായിരുന്നു. ആ 10 തലമുറകളും നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിലാണ് യഥാർത്ഥത്തിൽ ശിർക്ക് കടന്നുകൂടുന്നത്. ശിർക്ക് കടന്നുകൂടിയ ഒരു സമൂഹത്തിലേക്കാണ് നൂഹ് അലൈഹിസ്സലാം നിയോഗിതനായത്. അന്ന് ജീവിച്ചിരുന്ന ഒരു പറ്റം സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾ അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ പേരിൽ ദുഃഖിച്ച ആ സമൂഹത്തോട് ഇബ്ലീസ് ചില ഉപദേശങ്ങളുമായി ചെല്ലുകയും, നിങ്ങൾ അവരുടെ പേരിൽ ദുഃഖിക്കേണ്ടതില്ല, ഞാൻ വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാം. അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കുകയും അവരെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ പ്രതിമകളിലേക്ക് നിങ്ങൾക്ക് വിശ്വസിയും സഹിക്കുകയില്ല. അങ്ങനെ അവർ പ്രതിമകൾ ഉണ്ടാക്കി വീടുകളിൽ സ്ഥാപിക്കുകയും പിന്നീടത് പള്ളികളിലേക്ക് നീക്കം ചെയ്യപ്പെടുകയും ക്രമേണ ആ പ്രതിമകളോടുള്ള അവരുടെ പ്രതിപത്തി വർദ്ധിക്കുകയും അള്ളാഹുവിനുള്ള ആരാധനകൾ അവർ ക്രമേണ ഒഴിവാക്കുകയും അങ്ങനെ അവരുടെ ഹൃദയം, അവരുടെ ശ്രദ്ധ പ്രതിമകളിലേക്ക് മാത്രം ആകർഷിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അള്ളാഹുവിനെയും പ്രതിമകളെയും ആരാധിക്കാത്തൊരു സമയം ഇബ്ലീസ് അവരെ സമീപിക്കുകയും, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഒന്നിനെയും ആരാധിക്കാത്ത ഈ അവസ്ഥ ശരിയാകൂല. നിങ്ങളുടെ മുൻഗാമികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ പ്രതിമകളെ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക എന്ന് അവൻ ഉപദേശിക്കുകയും, അങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ട ആ ജനതയിൽ ആദ്യമായി ശിർക്ക് കടന്നുകൂടുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇബ്ലീസ് വിജയിച്ച ഏറ്റവും വലിയ ഒരു വിജയമായിരുന്നു അത്. അങ്ങനെ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായങ്ങളിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർ പറഞ്ഞു, അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, പോരാ, ഉജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും നിങ്ങൾ ഒഴിവാക്കണം. താഗൂത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു മഅബൂദിൻ സിവല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും പറയുന്ന പേരാണ് താഗൂത്ത്. അതിനെ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രവാചകന്മാർ ഈ സമുദായത്തോട് ഏത് കാലത്ത് കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരുന്ന കാലഘട്ടവും അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ശിർക്കും കുഫറും സമൂഹത്തിൽ അവരുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും എല്ലാം തന്നെ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തൗഹീദ് പ്രഖ്യാപിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ ആ നീറുന്ന അനുഭവങ്ങൾ അതിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വകാലെ വളരെ ശക്തമായ പ്രബോധനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്താണ് വിശ്വാസം? അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? എന്തൊക്കെ ആരാധനകളാണ് നിർവഹിക്കേണ്ടത്? എന്തൊക്കെ ആചാരങ്ങളും മര്യാദകളുമാണ് ജീവിതത്തിൽ നാം പാലിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഈ സമുദായത്തിന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത്. തലമുറകളായി ദീൻ നമുക്ക് കൈമാറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ് പോലെ തന്നെ ഒട്ടനവധി ഭിന്നതകൾ സമുദായത്തിൽ ഉടലെടുക്കുകയും പലതരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ സമുദായത്തിൽ ഇബ്ലീസ് കുത്തിച്ചെലുത്തുകയും അങ്ങനെ പല വിദ്അത്തിന്റെ കക്ഷികളും ആ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെയൊക്കെ ശേഷമായപ്പോഴേക്കും പല വിദ്അത്തിന്റെ കക്ഷികളും സമുദായത്തിൽ കടന്നുകൂടി. വിശ്വാസ രംഗത്ത് ഒട്ടനവധി തകർച്ചകൾ അവർ ഉണ്ടാക്കി തീർത്തു. അതൊന്നും വിവരിക്കാൻ ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. മുഅ്തസിലിയാക്കൾ, റാഫിള്, അതുപോലെ തന്നെ ഖവാരിജ് തുടങ്ങിയ ഒട്ടനവധി വിദ്അത്തിന്റെ കക്ഷികൾ അവരെല്ലാം വിശ്വാസ രംഗത്ത് കടന്നു കയറ്റം നടത്തി അള്ളാഹുവിലുള്ള വിശ്വാസത്തെ തകിടം മറിക്കുകയും താറുമാറാക്കുകയും ഒക്കെ ചെയ്തു പോന്നു. അങ്ങനെ അവരുടെ പരമ്പരകൾ കാലങ്ങളോളം നിലനിന്നു. ആ വിശ്വാസ വൈകല്യങ്ങൾ അഥവാ മുഅ്തസിലിയാക്കളുടെ വിശ്വാസം, അവർ ബുദ്ധിക്കും യുക്തിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയാണ് ചെയ്തത്. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് എടുക്കുക, ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളിക്കളയുക. ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ അവർ അത്തരത്തിലുള്ള ഒരുപാട് കൈകടത്തലുകൾ ഉണ്ടാക്കി. ഖുർആൻ അള്ളാഹുവിന്റെ കലാം മഖ്ലൂഖാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നാം ചെയ്യുന്ന അമലുകൾ അത് നമ്മുടേത് മാത്രമാണ്. മനുഷ്യൻ അതിൽ യാതൊരു കൈകടത്തലുകളുമില്ല. മനുഷ്യൻ അതിൽ മജ്ബൂറാണ്. അള്ളാഹുവാണ് നമ്മുടെ അമലുകൾ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അതിൽ മനുഷ്യന് യാതൊരു കൈകടത്തലുകളുമില്ല എന്ന അർത്ഥത്തിലാണ് വിശ്വാസ രംഗത്ത് അവർ നേതൃത്വം നൽകിയത്. അങ്ങനെ പല വിധത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ ഈ സമുദായത്തിലുണ്ടാക്കി. യഥാർത്ഥത്തിൽ അതിന്റെയൊക്കെ ശാഖകളും ശാഖോപശാഖകളുമായി ഇന്നും നമ്മുടെ സമുദായത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഇന്നുവരെ അള്ളാഹുവിനെപ്പറ്റി ഈ സമുദായം കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ വിശ്വാസങ്ങളാണ് ഈ സമുദായത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഅ്തസിലിയാക്കളോ ഖവാരിജുകളോ അല്ലെങ്കിൽ റാഫിദുകളോ മറ്റേത് ബിദ്അത്തിന്റെ വിഭാഗങ്ങളൊക്കെ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചതിനേക്കാൾ അതീവ ഗുരുതരമായ ഒട്ടേറെ വിശ്വാസ വൈകല്യങ്ങളാണ് ഈ സമുദായത്തിൽ. ഇന്ന് ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, യഥാർത്ഥ സ്വർഗത്തിന്റെ പാർട്ടി, അള്ളാഹുവിന്റെ പാർട്ടി. അള്ളാഹുവിനെ ശരിയായ അർത്ഥത്തിൽ ഞങ്ങളാണ് അറിഞ്ഞത്. അവന് ശരിയായ രീതിയിൽ വഴിപ്പെട്ട് ഇബാദത്തെടുക്കുന്നവർ ഞങ്ങളാണ്. ഒട്ടനവധി ഔലിയാക്കന്മാരും മഹാന്മാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് കറാമത്തുകളുടെ ഉടമകളാണ് ഞങ്ങളോടൊപ്പമുള്ളവർ മഹാന്മാര്. അങ്ങനെ സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത് അവർ ഉണ്ടാക്കി തീർത്ത വൈകൃതങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിന് സമാനമായ ഒട്ടനവധി വിശേഷണങ്ങൾ ഇവിടെ മനുഷ്യർക്ക് സൃഷ്ടികളിൽ അവർ ആരോപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ്. ഒരുപക്ഷെ എന്തായിരിക്കും അത് എന്ന് അള്ളാഹുവിന്റെ പ്രത്യേകതയിൽ മാത്രമുള്ള, അള്ളാഹുവിൽ മാത്രമേ അത് ഉള്ളൂ, അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിച്ചിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ലഭിക്കും. അള്ളാഹിനെപ്പോലെ അള്ളാഹു അല്ലാത്ത മഹാന്മാർക്ക് കഴിവുണ്ട്. അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ല അറിയുന്നത് പോലെ അറിയും, അല്ല നൽകുന്നത് പോലെ നൽകും.
എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അവർ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രത്യേക വിഭാഗം, അതൊരു പ്രത്യേക മതവിഭാഗമായി തന്നെ അവർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും അതേപോലെ തന്നെ സമസ്തയുടെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ഈ അടുത്ത ദിവസം പറഞ്ഞത്, അവരിൽ നിന്ന് വിഘടിച്ചു പോയ ഈ സമുദായത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മൊത്തമായും ചില്ലറയായും ഒക്കെ തന്നെ ഇങ്ങോട്ട് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഈ സമുദായത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണ് അവർ എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവർ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവർ എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ എന്തുകൊണ്ടാണ് ആ വിഘടിത വിഭാഗത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ആകപ്പാടെ അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില മുടിയും പൊടിയും ഒക്കെയാണ്. അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായ ഭിന്നതകളല്ലാതെ മറ്റേത് വിഷയത്തിലാണ് രണ്ട് സമസ്തയും തമ്മിലുള്ള അഭിപ്രായം എന്ന് നമുക്കറിയില്ല. ഈ അടുത്ത കാലത്ത് മുടിയും പൊടിയും കൊണ്ടുവന്നപ്പോൾ സമസ്ത പറഞ്ഞു, അതിന് തെളിവ് വേണം, അതിന് സനദ് വേണം. ആ മുടി ആരുടെ മുടിയാണ്, ഏത് തലയിലാണ് ആ മുടി മുളച്ചത്, ഏത് തലയിലെ മുടിയാണ് എന്നതിന് വ്യക്തമായ സനദ് വേണം എന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ മുടിക്ക് സനദ് വേണം എന്ന് പറയുന്ന സമസ്ത ഈ സമുദായത്തിലേക്ക് ഇന്ന് അവർ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒട്ടനവധി വിദ്അത്തുകളും വലാലത്തുകളും അതിനൊക്കെ സനദ് വേണം. അങ്ങനെ സനദിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നമുക്ക് നിജപ്പെടുത്താം എന്ന ഒരു തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മുടിക്ക് സനദ് വേണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ പറഞ്ഞാൽ ഇവിടെ പ്രശ്നം പരിഹരിച്ചല്ലോ. പ്രശ്നം ഇവിടെ പരിഹരിച്ചു. പിന്നെ നമുക്ക് ഒന്നിക്കാം. ഈ മുടിക്ക് സനദ് വേണം എന്നതുപോലെ ഇന്ന് സമുദായത്തിൽ നിലകൊള്ളുന്ന, ഇപ്പോഴും ഇങ്ങനെ ഓരോ ദിവസവും ഈ സമുദായത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്ന ഒട്ടേറെ ഗുരുതരമായ വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള ഗുരുതരമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, അതിന് കൃത്യമായ സനദ് വേണം, അതിന് തെളിവ് വേണം, എങ്കിലേ നമുക്കതൊക്കെ അംഗീകരിക്കാൻ പറ്റൂ എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരടിവരയിട്ടാൽ ഇവിടെ പ്രശ്നം പരിഹരിച്ചില്ലേ? സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുന്നത്? വിശ്വാസരംഗത്തുണ്ടാക്കിയ വൈകല്യങ്ങൾ എന്താണ്? ഗുരുതരമായ പ്രത്യാഘാതം എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് ഒരു മുസ്ലിം നിർബന്ധമായും നമസ്കാരത്തിലൂടെ 17 പ്രാവശ്യം ഫാത്തിഹയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആയത്ത്? അത് പരിചയമില്ലാത്ത ഒരൊറ്റ മുസ്ലിം ഈ കൂട്ടത്തിലില്ല, എവിടെയും ഇല്ല. ഫാത്തിഹയിലൂടെ റബ്ബിനോട് എല്ലാ സമയത്തും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതറിയാത്ത ഒരു മുസ്ലിം ഉണ്ടോ? എല്ലാവരും പറയുന്നു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് അപ്പുറത്ത് വാദിക്കുന്നു അള്ളാഹിനോട് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടാം. എന്താണ് തെളിവ്? പറയുന്ന ആളുടെ തൊള്ള മാത്രമാണ് തെളിവ്, വേറെ ഒരു തെളിവും അവർക്കില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നതാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഖുർആൻ, ആ ആരാധന തന്നെയാണ് പ്രാർത്ഥന. മാത്രവുമല്ല, പ്രാർത്ഥന എന്നത് ആരാധനയുടെ മുഅ്ളമാണ്, മുഖ്യമാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ആരാധന എന്നത് തന്നെ പ്രാർത്ഥനയാണ്. മാത്രമല്ല, പ്രാർത്ഥന ആരാധനയുടെ മുഖ്യമായ ഭാഗമാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ആരാധനയും ആരാധന ആവുകയില്ല. ഇപ്പൊ പറയുന്നത് പ്രാർത്ഥന സ്വന്തമായ ആരാധനയല്ല എന്നതാണ്. അങ്ങനെ സ്വന്തമായ ആരാധനയല്ല പ്രാർത്ഥന. അങ്ങനെ എന്തൊക്കെയാണോ വായിൽ തോന്നുന്നത് അത് മുഴുവനും പറയുക. അങ്ങനെ ഇന്ന് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നിടത്ത് നിന്ന് ആ ഹസ്ർ അഥവാ ക്ലിപ്തത എടുത്തു കളഞ്ഞു. അവിടെ
ഹസ്ർ ഇല്ല, മാത്രമെന്ന അർത്ഥം ഇല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ അവർ പറഞ്ഞത് സഹായം തേടുന്നിടത്ത് കൃത്യത ഇല്ല എന്നാണ്. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ, അങ്ങനെയില്ല. അള്ളാഹുവോട് തേടുന്നു, അല്ലാത്തവരോടും സഹായം തേടുന്നു. ക്രമേണ ഇപ്പോ അള്ളാഹുവിന് ഞങ്ങൾ ആരാധിക്കുന്നു എന്നതാണ്, മാത്രമില്ല. കുറച്ചു കഴിയുമ്പോഴോ അള്ളാഹുവിനോട് സഹായം തേടുന്നു, അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു എന്നിടത്തേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ മനസ്സുകളെ പരിപൂർണമായും സൃഷ്ടികളിലേക്കാണ് നയിക്കുന്നത്. പ്രവാചകന്മാർ ഇവിടെ വന്നുകൊണ്ട് അവരുടെ മനസ്സുകൾ പരിപൂർണമായും സൃഷ്ടികളിലായിരുന്നു. മലക്കുകളിലും ജിന്നുകളിലും അതേപോലെ തന്നെ സൂര്യനിലും ചന്ദ്രനിലും ഭൂമിയിലുള്ള ഒട്ടനവധി ജീവജാലങ്ങളിലും ജീവനില്ലാത്ത വസ്തുക്കളെയുമൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന, അവരുടെ കണ്ണിൽ കണ്ടതും മനസ്സിൽ ഇഷ്ടപ്പെട്ടതുമായ മുഴുവൻ വസ്തുക്കൾക്കും ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പ്രവാചകന്മാർ അവരെ പരിപൂർണമായും സൃഷ്ടാവിലേക്ക് തിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മനുഷ്യ മനസ്സുകളെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നയിക്കുന്ന രീതിയാണ് പ്രവാചകന്മാർ ഇവിടെ സ്വീകരിച്ചതെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ്. ഇവിടെ സൃഷ്ടികളെ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർ. ഞങ്ങളാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ അല്ല, ഞങ്ങൾ മാത്രമാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ മനുഷ്യ സമൂഹത്തെ, അവരുടെ മനസ്സുകളെ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുന്നു. നമ്മളിവിടെ വന്ന് പ്രസംഗിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് നമ്മളിവിടെ ഒന്ന് പ്രസംഗിച്ചാൽ ഉടനെ അവർ വരും, മൈക്ക് വെച്ച് കെട്ടും. എന്തു പറയും? അല്ല, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോടും സഹായം ചോദിക്കാം, മഹാക്കളോട് ചോദിക്കാം, പ്രവാചകന്മാരോട് ചോദിക്കാം. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ തന്നെയാണ് മഹാത്മാക്കളോടും ചോദിക്കുന്നത്. അള്ളാഹിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടുന്നത് ഉറപ്പില്ല, മഹാത്മാക്കളോട് ചോദിച്ചാലോ ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ്. അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ്. അള്ളാഹിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ്, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലോ വിളി കേൾക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ എന്ന് ചോദിക്കും, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ അള്ളാഹു ചോദിക്കും എന്തേ. അപ്പം ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ ഉടനെ തന്നെ മുഹീദ്ദീൻ ശൈഖ് വിളി കേൾക്കുകയും എന്താണോ ചോദിക്കുന്നത് അത് കൊടുക്കുകയും ചെയ്യും. മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോഴോ അള്ള വിളി കേൾക്കും, എന്താണോ അവന് കിട്ടേണ്ടത് അത് അള്ളാഹുവിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഇത് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമുള്ള വഴിയാണെന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടികർത്താവായ റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹു മാത്രമേയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആരാധനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും നിങ്ങൾ സത്യം ചെയ്യുന്നതും എല്ലാം തന്നെ നിങ്ങൾ തവക്കുലാക്കുന്നതും അഥവാ ഭരമേൽപ്പിക്കുന്നതും പ്രതീക്ഷയർപ്പിക്കുന്നതും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തന്നെ സമർപ്പിക്കുന്നത് സൃഷ്ടികർത്താവും നിയന്താവും രാജാതിരാജനുമായ റബ്ബുൽ ഇസ്സത്തിലേക്ക് മാത്രമായിരിക്കണമെന്ന് നാം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നാളെ ഇതാ നിങ്ങൾ കേട്ടോ, മൈക്കുമായി വന്നുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്? അല്ല, അത് പച്ചക്കളവാണ്. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് പച്ചക്കളവാണ്. മഹാത്മാക്കളോടും പ്രാർത്ഥിക്കാവുന്നതാണ്. മഹാത്മാക്കൾക്ക് കഴിവുണ്ട്. എന്ത് കഴിവുണ്ട്? അവർക്ക് അസാധാരണ കഴിവുണ്ട്. അള്ളാഹ്ക്ക് കഴിയുന്നത് പോലെയുള്ള കഴിവ് മഹാത്മാക്കൾക്കും ഉണ്ട്. ആ കഴിവിന്റെ പരിധി എത്രയാണ്? ഇല്ല, ഒരു പരിധിയുമില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹുടെ കഴിവിന് വല്ല പരിധിയുണ്ടോ? ഇല്ല. എന്നതുപോലെ മഹാത്മാക്കളുടെ കഴിവിനും
ഒരു പരിധിയുമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരോട് എന്തൊക്കെ ചോദിക്കാം എന്നതിന് പരിധിയൊന്നുമില്ല. റബ്ബിനോട് എന്തൊക്കെയാ നമ്മൾ ചോദിക്കുന്നത്? സ്വർഗം ചോദിക്കാറില്ലേ? പടച്ചവനെ എനിക്ക് സ്വർഗം തരണമേ റബ്ബേ. റബ്ബിന്റെ കയ്യിൽ മാത്രമേ സ്വർഗമുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗം മഹാന്മാരോട് ചോദിക്കാമോ? അവർ പറയുന്നു ചോദിക്കാം. അവർക്ക് തെളിവുണ്ട്. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, പാപമോചനം ചോദിക്കാമോ? ചോദിക്കാം. ഇസ്തിഗ്ഫാർ ചെയ്യാമോ? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാം. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്ത് തിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പാപമോചനം ചോദിക്കാമെന്ന് അവർ തെളിവുദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ വിശ്വാസരംഗത്ത്, അല്ലാഹുവിലുള്ള വിശ്വാസരംഗത്ത് ഒരുപാട് ദുരന്തങ്ങളാണ് ഈ സമുദായത്തിൽ ഈ വിഭാഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഖുർആൻ എന്തു പറയുന്നു? അതിന് നേരെ എതിര് പറയാന്നുള്ള അവരുടെ നയം. ഖുർആൻ പറയുന്നു അല്ലാഹ് മാത്രമേ ഗൈബ് അറിയുള്ളൂ. ഇസ്തിഗാസക്ക് അടിത്തറ പാടുന്നത് അല്ലാഹു അല്ലാത്തവർ ഗൈബ് അറിയും എന്ന വിശ്വാസം ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹു അല്ലാത്തവർ ഗൈബ് അറിയും. ഗൈബ് എന്നത് അല്ലാഹുവിന്റെ മാത്രം അധീനത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ മാത്രമാണ്. അത് ഖുർആൻ നസ്സാണ്. ഖുർആൻ വ്യക്തമായി പറയുന്നതാണ്. ഖുർആൻ എന്ത് വ്യക്തമായി പറയുന്നു? അതിനെ നേരെ എതിര് പറയുക. ലോക ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആനിനെ ഇത്രമാത്രം ദുർവ്യാഖ്യാനിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ചരിത്രത്തിലുണ്ടായിട്ടില്ല. വിദ്അത്തിന്റെ ആളുകൾ ഒരുപാട് ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഖുർആനിനെ ഇത്രമാത്രം വികലമായി ദുർവ്യാഖ്യാനിച്ച ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇസ്തിഗാസ എന്ന ഈ ലലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി എത്രയെത്ര ആയത്തുകളാണ് മുസ്ലിം ലോകത്ത് കാതങ്ങൾ പോലും അകലത്ത് പരിചയമില്ലാത്ത എത്രയെത്ര ദുർവ്യാഖ്യാനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയത്. മരിച്ചവരോട് ചോദിക്കാമോ മുസ്ലിയാരെ? ഓഹോ, ചോദിക്കാലോ. എന്താ തെളിവ്? ആയത്തില്ലാത്ത ഒരു വിഷയമില്ല അവർക്ക്. ഏത് വിഷയത്തിനും ആയത്ത്, ഏത് വലാലത്ത് സ്ഥാപിക്കാനും ആയത്ത്. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയല്ലേ. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ മരിച്ചുപോയവരല്ലേ മൗലവി? അവ മരിച്ചവരോട് ചോദിക്കാനല്ലേ ഖുർആൻ പറഞ്ഞത്? തെളിവ് കണ്ട. കീരിയെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? തെദിക്കീരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കീരിയെ പറ്റി ഖുർആനിൽ. ഇവരുടെ ഖുർആനിന്റെ വ്യാഖ്യാനം ആഴത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന് മാത്രമേ, അല്ലാഹ് മാത്രമേ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്നത് നസ്സാൻ. എവിടെയാ പറഞ്ഞത്? ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. അല്ലാഹു തആല എത്ര വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവാചകരെ പറയുക, ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി, എന്റെ അടുക്കലാണ് അല്ലാഹുവിന്റെ ഖജനാവ് എന്റെ അടുക്കലാണെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയുകയും ഇല്ല. വലാ അഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. ഇവിടെ എന്താ പറയുന്നതെന്നറിയാവോ? ഖുൽ, പ്രവാചകരെ പറയുക, ലാ അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നില്ല, ഇന്ദി, എന്റെ അടുക്കലാണ് ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവ്, വലാ അഅലമു ഗൈബ, ഞാൻ ഗൈബ് അറിയുകയും ഇല്ല. അവിടെ എന്തു പറയും? ഞാൻ ഗൈബ് അറിയും എന്നും പറയുന്നില്ല. തബരി വളരെ പ്രാമാണിക ഇമാം തബരിയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇവർ പറയുന്നത്
അള്ളാന്റെ റസൂലിനെ അറിയാം, ഗൈബിയായ കാര്യങ്ങൾ അറിയാം, പക്ഷേ എനിക്കറിയാമെങ്കിലും ഞാൻ പറയൂല എന്നാണ് പറയുന്നത് എന്നാണ് അവരർത്ഥം പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? തെളിവ് പറയൂല എന്നത് അറിയൂല എന്നതിന് തെളിവല്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഞാൻ പറയൂല. പറയൂല എന്നത് അറിയൂല എന്നതിന് തെളിവല്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് എന്തു പറയും? അല്ലാഹുവിന്റെ റസൂലും ഗൈബറിയും അന്നുസൂസു അഥവാ അലാ ലവാഹിരിഹാ, നസ്സുകൾ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ വന്ന വ്യക്തമായി വന്ന വ്യാഖ്യാനത്തിന് വിധേയമല്ലാത്ത എല്ലാ ആയത്തുകളും അലാ ലവാഹിരിഹാ, അതിന്റെ ലാഹിർ മഅനയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇല്ലം യകുൻ സാരിഫുൻ, ആ ബാഹ്യമായ അർത്ഥത്തെ തെറ്റിച്ചു കളയുന്ന, അത് മറ്റൊന്നിലേക്ക് തിരിച്ചു കളയുന്ന വല്ല തെളിവുകളും ഇല്ലാത്ത സാഹചര്യത്തിൽ ഖുർആനിന് അതിന്റെ ബാഹ്യമായ അർത്ഥം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് വളരെ വ്യക്തമായി അള്ളാഹു പറയാൻ പറഞ്ഞിട്ടാണ് റസൂലുള്ള പറയുന്നത്, ഞാൻ ഗൈബ് അറിയൂല, ഇനി ഗൈബ് അറിയുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് അർത്ഥമെങ്കിൽ പോലും ആ ആയത്തിന്റെ അർത്ഥം മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്നറിയോ? എന്റെ അടുക്കലാണ് ഖജനാവെന്ന് ഞാൻ പറയുന്നില്ല എന്നതിന്റെ അർത്ഥം ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്നി നിശ്ചയം ഞാൻ അല്ലാഹുവാണ് നാഥനാണ്. എങ്ങനെയുള്ള നാഥനാണ്? അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, അവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രഹസ്യങ്ങളും അതിന്റെ ഖജനാവും അവന്റെ ഉടമസ്ഥതയിൽപ്പെട്ട റബ്ബാണ് ഞാൻ എന്ന് നിങ്ങളോട് പറയുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ റബ്ബാണ്, ആകാശലോകങ്ങളുടെ അധിപനായ അല്ലെങ്കിൽ ആധിപത്യമുള്ള റബ്ബാണ് ഞാൻ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതപ്പോ ഇതിന്റെ അർത്ഥം അങ്ങനെ പറയാൻ പറ്റുമോ? രണ്ടാമത് വീണ്ടും വലാ അഖൂലു ലക്കും എന്നതിന്റെയോ വലാ അഅലമുൽ ഗൈബ എന്നതിന്റെ അർത്ഥം എന്താ? വലാ അഖൂലു, ഞാൻ പറയുന്നില്ല, ഇന്നി അഅലമു, നിശ്ചയം ഞാൻ അറിയുന്നതാണ്, ഗുയൂബൽ അശ്യാഇൽ ഖഫിയ്യത്തി, മറഞ്ഞ വസ്തുക്കളുടെ രഹസ്യങ്ങൾ അറിയുന്നവനായ, അല്ലത്തി ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം അറിയുന്ന വസ്തുക്കളുടെ രഹസ്യങ്ങളെ അറിയുന്നവനാണ് ഞാൻ എന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ അറിയും, അല്ലാഹ് മാത്രം അറിയുന്ന രഹസ്യങ്ങൾ ഞാൻ അറിയും, പക്ഷെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്റെ അർത്ഥം? സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ പറയുന്നത് അല്ലാഹ് മാത്രമല്ല, അല്ലാത്തവരും പറയും. വിശ്വാസരംഗത്ത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പങ്കുചേർക്കുന്ന ഒരു വിശ്വാസമാണിത്. മാത്രവുമല്ല, ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? നാം മുശ്രിക്കുകൾ പോലും ചോദിച്ചാൽ ഒമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലൂനല്ലാഹ്, അല്ലാഹയാണെന്ന് അവർ പറയും. ഇവരോട് ചോദിച്ചാൽ ഇവരെന്ത് പറയും? മരിച്ചുപോയ മഹാത്മാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത്. കുണ്ടൂരിനെ ചർച്ചയിൽ എ.പി. മുസ്ലിയാർ പറഞ്ഞില്ലേ, മരിച്ചുപോയ മഹാത്മാക്കൾ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിലേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു പച്ചക്കളവ് കടത്തിക്കൂട്ടിയതാണിത്. മാത്രവുമല്ല, മരണശേഷം അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അസാധാരണമായ കഴിവാണ് മുഅ്ജിസത്ത്. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അസാധാരണ കഴിവതാ ഖുർആൻ. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലേ? അപ്പൊ റസൂലുള്ളാഹിയുടെ കഴിവാണ്, റസൂലുള്ളാഹിയുടെ അസാധാരണമായ കഴിവാണ് ഖുർആൻ എന്ന മുഅ്ജിസത്ത് എങ്കിൽ ശത്രുക്കൾക്ക്, മുശ്രിക്കുകൾക്ക് പറഞ്ഞുകൂടെ, മുഹമ്മദേ, ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് എന്ന് നീ പറയുന്നത് പച്ചക്കളവാണ്, നീ വലിയ കഴിവുള്ള ഒരാളാണ്, നീ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ അപാരമായ കഴിവിന്റെ ഉടമയാണ്, നിന്നെപ്പോലെ ആർക്കും കഴിവില്ല, അത്ര മിടുക്കനാണ് നീ, നിന്റെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും നീ സ്വന്തം നിറഞ്ഞെടുത്തു കൊണ്ടുവന്നതാണ്
ഈ ഖുർആൻ ഇത് അല്ലാഹുവെയല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസാധാരണ കഴിവുള്ള ആളാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇങ്ങനെ എത്രയോ എത്രയോ വിശ്വാസങ്ങൾ. ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത്. ലാത്തയും ഉസ്സയും അവര് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു. ഇന്ന് വിശിക്കെങ്കിൽ അഭിപ്രായം പരിഗണിക്കുകയാണെങ്കിൽ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിക്കാമെന്നാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ പറയുന്നത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ വാദമാണത്രേ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. ഇങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾ വിശ്വാസരംഗത്ത്, അള്ളാഹുവിനുള്ള വിശ്വാസരംഗത്ത് ഈ സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഈ സമുദായത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന, ഈ സമയത്ത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിൽ നിന്ന് ഞങ്ങളാണ് ഞങ്ങൾ ആത്മാണ് സുന്നത്തി വൽ ജമാഅ, ശരിയായ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ച് നിലകൊള്ളുന്നവർ ഞങ്ങളാണെന്ന് നാടുനീളെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ പുതിയ പുതിയ വിശ്വാസങ്ങളുടെ നമ്പറുകളാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഇനിയും എത്രയോ പറയാനുണ്ട്. ഓരോ ദിവസവും അവർ ഈ സമുദായത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വൈകൃതങ്ങളാണ്. ആളുകളെ ബഹുമാനിക്കുന്നത് കണ്ടാൽ നമുക്ക് ലജ്ജ തോന്നും. ഉസ്താദന്മാരെയും അവരുടെ നേതാക്കളെയൊക്കെ ഒരു ബഹുമാനിക്കുന്നതിനാൽ പിന്നെ പരിധി വിട്ട ബഹുമാനങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലില്ലാത്ത ബഹുമാനങ്ങൾ അവരാണ് നിശ്ചയിക്കുന്നത്. സ്വർഗമാർക്കൊക്കെ വേണം വേണ്ട, മഹാൻ ആരാണ് അല്ല എന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. അഥവാ ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ സ്വർഗ ആരോഹണം നടത്തുന്നത് മരിച്ചുപോയ ആളുകൾക്ക് അതിന് നിശ്ചയിക്കുന്നകള് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് സ്വർഗത്തിന്റെ അംഗീകാരം കൊടുക്കുന്നു. അവർ അല്ലാഹുടെ വലിയാണെന്ന് പറയുന്നു. വിലായത്ത് എന്ന് പറയുന്നത് വരികയും പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു നിമിഷം അള്ളാഹുവിനെ പരിപൂർണമായും സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ റബ്ബിന്റെ ഔലിയാക്കളാണ്. മാത്രവുമല്ല, ചിലപ്പോൾ റബ്ബിന്റെ ഇഷ്ടമിത്രങ്ങളായി വരാം. അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അള്ളാഹു അവർക്ക് സാധിപ്പിച്ചു കൊടുത്തേക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ അള്ളാഹുവിന്റെ വിലായത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അപ്പൊ വിലായത്ത് വരികയും പോവുകയും ചെയ്യാം, നമുക്ക് ലഭിക്കുകയും ഇല്ലാതാവുകയും ചെയ്യാം. പക്ഷേ ഇവരുടെ തീരുമാനം എന്താണെന്നറിയാവോ? അവർക്ക് നല്ലതായി ബഹുമാന്യനാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ആ മഹത്വവും വിലായത്വവും കൊണ്ട് കൊടുത്തിട്ട് സ്വർഗത്തിന്റെ അവകാശിയാക്കി അങ്ങ് ചിത്രീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ഈ കുറച്ച് സമയം ഇനി ലഭിക്കോ, ഞാൻ അള്ളാഹുവിന്റെ എന്നെ സംബന്ധിച്ച് അറിയാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. പക്ഷെ കിട്ടിയ അവസരം ഇത് പറഞ്ഞില്ലെങ്കിൽ അധിക പേരും ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്നേക്കാവുന്ന പ്രഭാഷണങ്ങളിൽ ഇതിനെതിരായി പലതും പറയാൻ സാധ്യതയുണ്ട്. പറയുമോ? അത് നിങ്ങളുടെ തിരിച്ചറിവ് കൊണ്ട് മനസ്സിലാക്കാൻ. അറിവും തിരിച്ചറിവും ഉണ്ടല്ലോ. അറിവുണ്ടായതുകൊണ്ട് മാത്രം തിരിച്ചറിവുണ്ടാവില്ല. അപ്പൊ തിരിച്ചറിവ് കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി വിവേചിച്ചറിഞ്ഞ് നാം ഈ രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. പ്രബോധന രംഗത്ത്, ദഅ്വാ രംഗത്ത് ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കണം. നമ്മുടെ ജോലി റസൂലുള്ളാഹി ഏൽപ്പിച്ചിട്ട് പോയ, സ്വഹാബത്തിനെ ഏൽപ്പിച്ച, സ്വഹാബത്ത് താബിഈകളെയും തബഉ താബിഈകളെയും ഏൽപ്പിച്ച പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ച അനുഷ്ഠാനങ്ങൾ എന്താണോ അത് അതേപടി ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സന്നദ്ധ വിഭാഗമാണ് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം. നീ മുഖേന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഹിദായത്തിലേക്ക് വന്നാൽ അത് ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വതും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وآله وأصحابه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله